നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും സന്ധ്യാപ്രാർത്ഥനയും ജപമാല പ്രാർത്ഥനകളും ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കൊന്ത മുടങ്ങിക്കിടക്കുന്ന കുടുംബങ്ങളിൽ കൊന്ത ഇന്ന് മുതൽ ആരംഭിക്കും. ധാരാളം കൊന്ത ചെല്ലണം, ധാരാളം കൊന്ത ചെല്ലണം. സ്ത്രീകൾക്ക്, അമ്മമാർക്ക് ഈ പ്രാവശ്യം ഈ കാലഘട്ടത്തിൽ ഒരുപാട് സമയം ഫ്രീ ആയിട്ടുണ്ട്. ആ ഫ്രീ ആയിട്ടുള്ള സമയമെല്ലാം സീരിയലിൻ്റെ മുമ്പിലും ടി വിയുടെ മുമ്പിലിരുന്ന് സമയം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ പഴയ കാരണവന്മാരുടെ, നമ്മുടെ പഴയ തലമുറകളെ ഓർക്കണം. അവരുടെ കുടുംബത്തിൽ പ്രശ്നം വന്നാൽ അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കുടുംബത്തിൽ ഏത് പ്രശ്നം വന്നാലും അവർക്ക് മനസ്സിന് ബലവും മനസ്സിനൊരു ബലവും ശക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, പുറകെ പറ ഹല്ലേലൂയ. ഇന്ന് മനസ്സിൻ്റെ ബലവും ശക്തിയൊക്കെ പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞതാണ്. അതുകൊണ്ട് അമ്മമാർ ഭവനങ്ങളിൽ ധാരാളം പ്രാർത്ഥന കൂട്ടണം. പ്രാർത്ഥന കൂട്ടുന്നതിന് കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അമ്മമാരും, പിന്നെ പുരുഷന്മാർ ജോലി കഴിഞ്ഞ് വന്ന ഒപ്പം തന്നെ വീട്ടിൽ ധാരാളം പ്രാർത്ഥനയുണ്ട്. കൊന്ത ധാരാളം ചെല്ലണം. ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും കൊന്ത ചെല്ലുക. വീട്ടിലായിരിക്കുമ്പോൾ കൊന്ത ചെല്ലുക. കുട്ടികളെ ജപമാല പഠിപ്പിക്കുക, ജപമാല കാണാതെ പഠിക്കുക, വെഞ്ചിരിച്ച ജപമാല കഴുത്തിലിട്ടൊന്ന് നടക്കുക. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വെഞ്ചിരിച്ച കൊന്ത കഴുത്തേലിടുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര സംഗതിയല്ല. ഹല്ലേലൂയ. ഒരു വെഞ്ചിരിച്ച വസ്തു നമ്മുടെ വീട്ടിലുണ്ടാകുക, ഒരു വെഞ്ചിരിച്ച വസ്തു നമ്മുടെ ശരീരത്തിലുണ്ടാവുക, അത് ഒരു നിസ്സാര കാര്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും കാലങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ ദേശത്ത് നിന്ന് ഒരു കുടുംബം അട്ടപ്പാടിയിൽ വന്നു. എന്നിട്ട് ധ്യാനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവർ പറഞ്ഞു, അച്ഛാ ഒരു 4 കൊന്ത വെഞ്ചിരിച്ച് തരണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ 5-6 പേരുണ്ടല്ലോ, പിന്നെ 4 ചുരുക്കണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഇത് അച്ഛൻ തരണത് ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഹൈന്ദവ കുടുംബമുണ്ട്, അവിടെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് കൊന്തയിൽ നല്ല വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ അവർക്ക് വിശ്വാസം? അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത്, ഈ കുടുംബവും ആ കുടുംബവും തമ്മിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശത്രുതയിലായിരുന്ന കാലത്ത് ആ സഹോദരങ്ങൾ ഈ ക്രിസ്തീയ കുടുംബത്തിനെതിരെ കൂടോത്രം ചെയ്യാൻ വേണ്ടി ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയി. ആ മന്ത്രവാദി ഇവരുടെ റിക്വസ്റ്റ് കേട്ട് ഈ ക്രിസ്തീയ കുടുംബത്തിനെതിരെ കൂടോത്രം ചെയ്തിട്ട് മന്ത്രവാദി വേർത്ത് കുളിക്കുകയാണ്. ഉടനെ നമ്മുടെ കൂടോത്രം ചെയ്യാൻ പോയ കുടുംബങ്ങൾ ചോദിച്ചു, എന്താ മന്ത്രവാദി, കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് വരുന്നില്ലെന്ന് ചോദിച്ചു. ഉടനെ മന്ത്രവാദി പറയുകയാണ്, നമ്മൾ ഇപ്പോൾ ഏത് കുടുംബത്തിനെതിരാണോ കൂടോത്രം ചെയ്യുന്നത് ആ കുടുംബത്തിൽ 4 അംഗങ്ങളെ ഞാൻ കാണുന്നുണ്ട്. ആ 4 അംഗങ്ങളുടെ കഴുത്തിലും വെഞ്ചിരിച്ച കൊന്ത കടപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടിച്ചാത്തന്മാർ അവരുടെ അതിർത്തി വരെ പോയിട്ട് ഇങ്ങോട്ട് അലറിക്കൊണ്ട് ഓടിപ്പോരുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥന ഫലിക്കുന്നില്ല. അതുകൊണ്ട് ഇനി നമ്മൾ മന്ത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇനി നമുക്ക് അവരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് അവരുടെ ആ കൊന്ത ഊരി വന്നാൽ നമുക്ക് അവരുടെ കുട്ടിച്ചാത്തനെ വിട്ട് വേണ്ട പോലെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന് എന്തായാലും കൊന്തയിൽ നല്ല വിശ്വാസമായി. സത്യം പറഞ്ഞ് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് കൊന്തയിലുള്ള വിശ്വാസത്തെക്കാൾ ഞാൻ അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഒരുപാട് ഏത് ജാതികൾ വന്നാലും അവർ വിശ്വാസത്തോടെ ചോദിക്കുന്ന കാര്യമുണ്ട്, ഒരു കുരിശ് രൂപം അല്ലെങ്കിൽ ഒരു ജപമാല. അത് വെറുതെ എടുത്തു കൊടുത്താൽ പോരാ, ഇത് വെഞ്ചിരിച്ച് തരാൻ പറയും. പ്രൈസർ, വെഞ്ചിരിച്ച ജപമാലയെക്കുറിച്ചും വെഞ്ചിരിച്ച കുരിശുരൂപത്തെക്കുറിച്ചും നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ ആത്മീയ പരിജ്ഞാനം ഇന്ന് ജാതികളുടെ ഇടയിൽ കർത്താവ് നൽകിയിരിക്കുകയാണ്. ഒരു വണ്ടിയായിട്ട് ഒരാൾ വന്നാൽ, ഒരു ഡ്രൈവർ വന്നാൽ ആദ്യം ചോദിക്കുന്നത് വെഞ്ചിരിച്ചൊരു കൊന്ത തരാം. വെറുതെ ഒരു കൊന്ത കൊടുത്താൽ പറയും വേണ്ട, വെഞ്ചിരിച്ച് തരാൻ പറയും. ഇതൊന്ന് വെഞ്ചിരിച്ച് തരാൻ പറയും. നന്നായിട്ടൊരു ആത്മീയ പരിജ്ഞാനം ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് കൊടുത്തത്. നിങ്ങൾ മാതാപിതാക്കന്മാർ ചിന്തിച്ചു, നിങ്ങളുടെ മക്കളുടെ എത്ര പേരുടെ ശരീരത്തിൽ കഴുത്തിൽ വെഞ്ചിരിച്ചൊരു കൊന്തയുണ്ടായിരിക്കും? എത്ര പേരുടെ കയ്യിൽ ഇപ്പോൾ വെഞ്ചിരിച്ചൊരു കൊന്തയുണ്ടാവും? ഈ സെൻറ് ജോർജ് ടീമിനെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്ന എങ്ങനെ, പാലക്കാട് നിന്ന് ഒരു അച്ഛൻ പറഞ്ഞെങ്ങനെയാണ്, ആ ടീം ശരിക്കും വെഞ്ചിരിച്ച വെന്തിങ്ങ, വെഞ്ചിരിച്ച കൊന്ത, ഇതൊക്കെ ശരിക്കും ഉപയോഗിച്ച് നല്ല ആത്മീയ യുദ്ധം ചെയ്യുന്ന ടീമാണെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. കാരണം പാലക്കാട് പാസ്റ്റർ സെന്ററിൽ ഒരു കാലത്ത് ഈ ടീം അവിടെ പാലക്കാട് ഒരു മീറ്റിന് ഒരു പരിപാടിക്ക് വന്നപ്പോൾ താമസിച്ചത് അന്ന് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ ആ കാര്യം എന്നോട് പറയുകയുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ വെഞ്ചിരിച്ച വെന്തിങ്ങ, വെഞ്ചിരിച്ച കൊന്ത, ഇതൊന്നും നിസ്സാര വെറുതെ അന്ധവിശ്വാസം ചിന്തിക്കരുത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ശരിക്കും ഓരോ കാലഘട്ടത്തിൻ്റെ അനുഭവം കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് തലമുറയായി കൈമാറി കിട്ടിയിരിക്കുന്ന ഇങ്ങനെയുള്ള പാരമ്പര്യ പ്രാർത്ഥനകൾ ഓർത്ത് നന്ദി പറഞ്ഞ് വലതുകര ഉയർത്തി 3 ഹല്ലേലൂയ നമുക്ക് ഉറക്കെ പറയാം.
തുടർന്ന് നമ്മൾ മറ്റൊരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോകാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അനുഗ്രഹത്തിന്റെ സ്രോതസ്സുകൾ എന്നൊരു വിഷയമാണ്. അനുഗ്രഹം നമ്മുടെ സാധാരണ ഒരു കുടുംബജീവിതം, നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെയും ശക്തിയുടെയും സ്രോതസ്സുകൾ തിരുസഭ മാതാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ കൂദാശകൾ അത് വേറെ, അതിനെക്കുറിച്ചല്ല. നമ്മൾ സാധാരണ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന നമ്മുടെ കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും പെട്ടെന്ന് നമുക്ക് ആശ്രയിക്കാവുന്ന ചില ശക്തി സ്രോതസ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജപമാല. ഇനി നമ്മൾ മറ്റൊരു അനുഗ്രഹ സ്രോതസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. അതാണ് പൗരോഹിത്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരുപാട് പേർക്ക് പൗരോഹിത്യത്തെക്കുറിച്ച് ഒരു വില തോന്നുന്നില്ല. ഒരു അച്ഛൻ എന്നതിനെക്കുറിച്ച് ഒരു വില തോന്നുന്നില്ല. ഹല്ലേലൂയ. പല കുട്ടികൾക്കും അച്ഛനാകണമെന്ന് ചോദിച്ചാൽ അവർക്ക് കുറെ കാലം താല്പര്യം ഉണ്ടാവും. ഒരു 8ാം ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ അച്ഛനാകണമെന്ന് ചോദിച്ചാൽ അവന് താല്പര്യമില്ല. എന്താ മോനെ നിനക്ക് അച്ഛനാകാൻ താല്പര്യമില്ലാത്തതെന്ന് പറയും. അവ പറയും എനിക്ക് ഡോക്ടറാകണമെന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ എനിക്ക് വേറെ ചിലതാകണമെന്ന് പറയും. അപ്പം ചോദിക്കും, അച്ഛനാകാതെ ഡോക്ടറായാൽ, എഞ്ചിനീയർ ആയാൽ, അല്ലെങ്കിൽ നീ പറഞ്ഞ ആ സംഭവം ആയാൽ നിനക്ക് എന്ത് ഗുണം കിട്ടും? അപ്പൊ അവൻ പറയാണ് എമ്പിടി പൈസ കിട്ടുന്നു. ഹല്ലേലൂയ. അപ്പൊ നോക്ക്, അവന്റെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ ഒരു സെക്കുലർ അരൂപി അവനെ സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അവന് ഒരുപാട് പൈസ കിട്ടുന്ന കാര്യങ്ങൾക്ക് അവന്റെ മനസ്സിനെ തിരിച്ചിരിക്കുകയാണ്. വീണ്ടും അവനോട് വിശദമായിട്ടൊന്ന് ചോദിച്ചാൽ പറയും അത് അമ്മ പറഞ്ഞിട്ടാണ് അവന്റെ മനസ്സ് തിരിഞ്ഞു പോയത്. അപ്പന്മാർ പതുക്കെ, സാധാരണ അപ്പന്മാരൊക്കെ എൻ്റെ മോൻ്റെ ഇഷ്ടം എങ്ങനെയായാലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ അമ്മമാരുടെ ഒരുപാട് പേർ അമ്മമാർക്ക് പ്രാർത്ഥന കുറഞ്ഞപ്പോൾ മക്കളിലുള്ള പരിശുദ്ധാത്മ പ്രവർത്തനത്തെ അംഗീകരിക്കാനോ പരിചരിച്ചു വളർത്താനോ പ്രാപ്തിയില്ലാത്ത അമ്മമാര് ആയിത്തീർന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. കോതമംഗലത്തെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ലക്ഷണം കണ്ടിട്ട് എല്ലാം കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷേ വീട്ടിലുള്ളവർക്ക് വിവരം അറിയാൻ പറ്റുള്ളൂ. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ പൗരോഹിത്യത്തെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പൗരോഹിത്യത്തെക്കുറിച്ച് പത്രമാസികകളിലൂടെയും ചാനലിലൂടെയൊക്കെ പല ബോധ്യങ്ങളും ഇംപ്രഷൻസും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ മനസ്സിലിരിക്കുന്നത് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണെന്ന് ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു സിസ്റ്റർ ആകുക എന്ന് പറഞ്ഞാൽ, ഒരു അച്ഛനാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഒന്ന് ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് അറിയാൻ പാടില്ല. പലർക്കും സമൂഹത്തിൽ നിന്ന് അറിയാൻ പാടില്ല ഒരു അച്ഛൻ എന്താണ്, ഒരു അച്ഛൻ ആരാണ്. സമൂഹം ഇന്ന് അതിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാട് സമൂഹത്തിന് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സായാഹ്നത്തിൽ ദൈവവചനത്തിൽ എന്താണ് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ വെളിപാടുകളെ ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പൗരോഹിത്യത്തെക്കുറിച്ച് വെളിപാടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏതാനും വെളിപാടുകൾ മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. അതിലൊന്നാമത് ഒരു പ്രതിപാദനം, ഒരു വചനഭാഗമാണ് നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൽ 8-ാമത്തെ തിരുലിഖിതം. വചനം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിയമാവർത്തനം 10:8. ബൈബിളുണ്ടോ? ആ ബൈബിളില്ല. ഒരു 1-2 അമ്മച്ചിമാരുടെ കയ്യിൽ ബൈബിളുണ്ട്. ബാക്കിയുള്ളവർ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചിമാർക്ക് താല്പര്യം വേറെ ചില സീരിയൽ വേറെ വിഷയങ്ങളിലായി പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിയമാവർത്തന ദിവസം 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കാനുമായി അവിടുന്ന് ലേവിയുടെ ഗോത്രത്തെ വേർതിരിച്ചു. ദൈവം പൗരോഹിത്യത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ ജനത്തെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ വൈദികനായി ഞാൻ എൻ്റെ ഔന്നത്യ പിതാവ് നിയമിച്ചത് അട്ടപ്പാടി എന്ന് പറയുന്നൊരു നല്ല ദേശത്തേക്കാണ്. അവിടെ ഒരു മഹാ ഇടവക, ഒരു കുഗ്രാമ ഇടവക, അത് കഴിഞ്ഞതിന് അപ്പുറത്തേക്ക് ലോകമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണത്. കാരറ എന്നാണ്. കാരറക്കാർ ചിലത് ഇവിടെ ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. കാരറ എന്ന് പറഞ്ഞ ഇടവകയിലാണ് എന്നെ വികാരിയാക്കിയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ നല്ല ഈ ലിബറേഷൻ തിയോളജിയും ഇതൊക്കെ പഠിച്ചിട്ട് പിന്നെ കുറേ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് സാഹിത്യമെല്ലാം വായിച്ചിട്ട് ഞാൻ ചിന്തിച്ചത് കുർബാന അർപ്പിച്ചു കഴിഞ്ഞ് ബാക്കി സമയം എന്ത് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നി എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ
ഞാൻ പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഏർപ്പെടണം. മരം വെച്ച് പിടിപ്പിക്കുക, നാട്ടിലെല്ലാം മരം വെച്ച് പിടിപ്പിക്കുക, അട്ടപ്പാടി മുഴുവൻ മരം വെച്ച് പിടിപ്പിക്കുക. പിന്നെ എനിക്ക് തോന്നി ഈ എരുമേനെയും പശുവിനൊക്കെ ലോൺ കൊടുക്കുക, പാവപ്പെട്ടവർക്ക് എരുമേനെയും പശുവിനൊക്കെ ലോൺ കൊടുക്കുക. അതൊക്കെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ല എൻ്റെ ചിന്ത ഞാൻ പറയുകയാണ്. പിന്നെ തോന്നി റോഡ് വെട്ടുക, കുടിവെള്ളം കൊടുക്കുക, ഇങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ചിന്തകൾ. കുർബാന അർപ്പിക്കണം, അതിനുശേഷം ബാക്കി സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, ഞങ്ങളുടെ നാട്ടിലൊരു അച്ഛന് നല്ല അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പം തന്നെ ഞാൻ നല്ല അച്ഛനല്ലേ എന്നൊരു തോന്നല്. ഞാൻ ചോദിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ ശരിക്കും ശരിയാക്കിയത് അട്ടപ്പാടിയിലെ ചേട്ടന്മാരും ചേട്ടത്തിമാരും കൂടെ കൂടിയിട്ടാണ്. അവർ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശരി, അത് അവരുടെ ഉള്ളിൽ ഒരുപാട് തിയോളജി ഇരിപ്പുണ്ട്. ആ ചേട്ടൻ എൻ്റെ അടുത്ത് എൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ എന്നെ കുറ്റപ്പെടുത്തി, ഒരു വാക്കുകൊണ്ട് പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല. അവർ വന്നിട്ട് പറയണം, അച്ഛാ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് നല്ലൊരു അച്ഛനുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വീട് വെച്ചു കൊടുത്ത് കോഴിമുട്ട കൊടുത്ത് അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല ഒരുപാട് അങ്ങനത്തെ വല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ആ അച്ഛൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ആ അച്ഛൻ ഒരു ദിവസം ഒരു പാവപ്പെട്ട വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരികയായിരുന്നു. അങ്ങനെ വെളുപ്പിന് 3 മണിക്ക് മടങ്ങി വരുന്ന സമയത്ത് തോണിയിലാണ്, കുട്ടനാടൻ പ്രദേശത്തായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് മടങ്ങി വരുന്ന സമയത്ത് ഒരു വീട്ടിൽ കിടന്ന് അലമുറയിട്ട കരച്ചിൽ കേൾക്കാം. ഉടനെ തോണിക്കാരനോട് അച്ഛൻ പറഞ്ഞു, തോണി ആ വീടിന്റെ അടുത്തേക്ക് നീക്കുക. അച്ഛന് മനസ്സലിവുള്ള അനുകമ്പയുള്ള അച്ഛനായിരുന്നു. അച്ഛൻ ആ വെളുപ്പിന് 3 മണിക്ക് ആ കരച്ചിൽ കേട്ട വീട്ടിലേക്ക് ചെന്നപ്പം ഒരു കുടുംബം മുഴുവനും തിരുഹൃദയ രൂപത്തിന് മുമ്പ് ഇരുന്ന് പൊട്ടിക്കരയാണ്. എന്താ വിഷയം എന്ന് ചോദിച്ചപ്പം പിറ്റേ ദിവസം വീടിന്റെ ജപ്തിയാണ്, കടബാധ്യത മൂടിക്കിടക്കുകയാണ്, അതുകൊണ്ട് ഒരു രക്ഷയില്ല, അതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ ആ കുടുംബം കരഞ്ഞ് വേദനിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛന് ഭയങ്കര സങ്കടമായി. ഈ പാവപ്പെട്ട കുടുംബം സഹായിക്കാൻ ആരുമില്ല, ഒരുപാട് കടബാധ്യതയുണ്ട്, രക്ഷപ്പെടാൻ നിവൃത്തിയില്ല, പിറ്റേ ദിവസം ജപ്തി. ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലെ ലാസ്റ്റ് രാത്രിയാണ് അവർക്കത്, അതുകൊണ്ടാണ് ഉറങ്ങാതിരുന്ന് കരയണത്. അപ്പോ ഈ അച്ഛൻ അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾക്ക് തരാൻ സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളൂ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞ് ആ സ്ലീവ എടുത്ത് ഒരു ആശീർവാദം കൊടുത്തു. സ്ലീവ എവിടെ കാണുണ്ടോ? ഇപ്പോഴൊരു സ്ലീവ എൻ്റെ അടുത്ത് ഉണ്ടാക്കണം, എങ്ങും അതില്ല. സാംസണച്ച അത് വിദഗ്ധമായി കൈകാര്യം ചെയ്തത് പറയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ലീവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? സാംസണച്ചൻ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും. സ്ലീവ എന്ന് പറഞ്ഞാൽ കുരിശിന്റെ അടയാളം, ഇതിനാണ് സ്ലീവ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുരിശ്, ഇത് വലിയ കുരിശാണ്, ചെറിയ കുരിശ് ലോഹയുടെ ഉള്ളിൽ കിടക്കുന്ന കുരിശുണ്ട്. അങ്ങനത്തെ ഒരു കുരിശ് അച്ഛനയിലുണ്ടായിരുന്നു. അച്ഛനാ ലോഹയുടെ ഉള്ളിൽ നിന്ന് ആ കുരിശും എടുത്ത് എന്നിട്ട് ഈ സ്ലീവ കൊണ്ട് ആ കുടുംബത്തിന് ആശീർവാദം കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുടുംബത്തിന്റെ കടബാധ്യത മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നിട്ട് എങ്ങനെയായിരുന്നു ചോദിച്ചു. അപ്പോ ഈ ചേട്ടൻ പറഞ്ഞു, പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തൊട്ട് എവിടുന്നാന്നറിയാൻ പറ്റില്ല പുതിയ വാതിലുകൾ അങ്ങോട്ട് തുറന്ന്, പിന്നെ അങ്ങോട്ട് അനുഗ്രഹമായി. ആ ജപ്തി നടന്നില്ല, അവർ കടബാധ്യത വിടാൻ കുറച്ച് സംഗതികൾ പറഞ്ഞു, അവരുടെ ബിസിനസ് വളർന്നു. എന്നിട്ട് ആ ചേട്ടൻ പറയാണ്, ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും അറിയുന്ന ഒരു മഹാസമ്പന്ന കുടുംബമായി ഇന്ന് ആ കുടുംബം കേരളത്തിലുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും അറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അച്ഛനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റേ ചേട്ടൻ വേഗം പോയി. ഇത്രേ പറഞ്ഞുള്ളൂ. ഞാനത് അങ്ങനെ കേട്ടു, പിന്നെ അത് മനസ്സിൽ കിടന്നു. പിന്നെ ഞാൻ ഇത് എന്നെ ബാധിക്കുന്ന വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല, അതങ്ങനെ മനസ്സിൽ കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഒരു ദിവസം സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഒരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരിക്കാൻ കിടക്കുകയാണ്. പാലായിൽ നിന്നാണ് ആ ചേട്ടൻ വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? അന്നനാളത്തിൽ ക്യാൻസർ വന്നിരിക്കുക അച്ഛാ. കംപ്ലീറ്റ് എല്ലാ കോളേജിൽ നിന്നല്ല, എല്ലാ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച്, പിന്നെ ലേക്ഷോർ അങ്ങനെയുള്ള എല്ലാ ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ട് മരിക്കാൻ കിടത്തിയിരിക്കുക. ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും അച്ഛൻ? എന്തെങ്കിലും ഞാൻ അപ്പം പെട്ടെന്ന് ഉച്ചയ്ക്ക് ലഘുഭക്ഷണം കൊടുക്കുന്ന സമയം റൊട്ടി മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഒരു റൊട്ടിയും എടുത്ത്, ഞാൻ പണ്ട് ആ ചേട്ടൻ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, കൊടുത്തൊരു ആശീർവാദം റൊട്ടിക്കിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ റൊട്ടി അങ്ങോട്ട് കൊണ്ടു.
പ്രായമായിക്കടുത്ത് പരിഹരിക്കുന്നതാണ് വരുന്നത്. എൻ്റെ പേര് ഞാൻ പ്രായമായിക്കടുത്ത് പരിഹരിക്കുന്നതാണ് വരുന്നത്. എൻ്റെ പേര് കുറ്റപ്പെടുത്തി 6 മാസം മുമ്പ് ഭക്ഷണമാർക്കാവുന്ന രോഗമില്ല. അന്നനാളത്തിൽ ക്യാൻസർ വന്ന് ഭക്ഷണം ഇറക്കാൻ പറ്റാതെ 6 മാസത്തിന് മുമ്പ് വരെ രോഗത്തിൽ നിന്ന് ക്ലേശിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് കീമോ ഇഞ്ചക്ഷൻ എടുത്തു. മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് നടത്തി കീമോ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. എന്നിട്ടും രോഗത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ദിവസത്തില് എൻ്റെ അയൽവക്കത്തുള്ള ധ്യാനം കൂടെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ റൊട്ടിക്കഷ്ണം കൊടുത്തു. അപ്പോൾ അടുത്തുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇവിടെ ധ്യാനം കൂടാൻ വന്നപ്പോൾ ഈ ചേട്ടന്റെ ഈ ക്യാൻസർ രോഗത്തെ കുറിച്ച് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് വെഞ്ചിരിച്ച ഒരു റൊട്ടിയുടെ കഷ്ണം എടുത്ത് ആ ചേട്ടന്റെ കയ്യിൽ ഈ ചേട്ടന് കൊടുക്കാൻ വേണ്ടി കൊടുത്തു വിട്ട്. ഇപ്പൊ രോഗമുണ്ടോ? ഇല്ല. ആ റൊട്ടി കഴിച്ചപ്പം അന്നനാളത്തിലുണ്ടായിരുന്ന ഭക്ഷണം ഇറക്കാൻ പോലും പറ്റാതെ രോഗിയായിരുന്ന മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ രോഗം പരിപൂർണമായും അപ്രത്യക്ഷമായി പോയി. ഡോക്ടർമാർ ഇനി ചികിത്സ വേണ്ടാന്ന് വിധിയെഴുതി. കൊച്ചുവർക്കി പൈകയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം ഉയർത്തിയെറിഞ്ഞ കർത്താവിനെ ആരാധിക്കട്ടെ. എന്റെ പേര് ജോണി. ഞാൻ കോതമംഗലം രൂപതയിലെ കലേന്താനി ഉപകയിൽ ആലക്കോടിൽ നിന്നും വരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിലെ ഇവിടുത്തെ ആദിവാസി ധ്യാനത്തിന് എന്റെ ഭാര്യയോടെ പങ്കെടുക്കുകയും അത് വന്നതിന് ശേഷം ഡിസംബറിൽ എന്നോട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനിപ്പോൾ ഇത് പോരാൻ തയ്യാറായില്ല. കാരണം ഞാൻ 16 വർഷമായിട്ട് മദ്യവും ഹാൻസും പാൻഡ്രാവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് പെയിന്റിങ്ങാണ് പണി. അപ്പോൾ ഞാൻ പോകാൻ തയ്യാറായില്ല. ലാസ്റ്റ് അങ്ങനെ പറഞ്ഞ് പോരുന്നതിന്റെ അന്ന് വൈകുന്നേരം 7 മണിയായപ്പോൾ ഞാൻ സമ്മതിക്കാണ് പോരാതെന്ന്. അപ്പോഴൊരു വ്യവസ്ഥ വെച്ചു. ഹാൻസ് ഞാൻ കൊണ്ടുപോകും. ഹാൻസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഹാൻസ് എടുത്തപ്പോൾ ഭാര്യ ഒരു കൈക്ക് വെപ്പിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോകുന്നത് നീ തന്നെ പൊക്കുവാൻ പറഞ്ഞു. അങ്ങനെ അവൾ സമ്മതിച്ച് ഞാൻ ഹാൻസ് എടുത്ത് പോന്നു. അവൻ മുതൽ ഞാൻ ഹാൻസ് വെച്ച് പോന്നു. ഇവിടെ വന്ന് രാവിലെ ഹാൻസ് വെച്ചു. അതിനുശേഷം ധ്യാനഹാളി വന്നപ്പോൾ ഞാൻ ഹാൻസ് എടുത്ത് മടി വെച്ചു. മടി വെച്ചപ്പോൾ ധ്യാനം കൂടിയിരുന്നു. ആ ദുരിതം പിടിച്ച സമയത്ത് അച്ഛനെ വിളിച്ചു പറയാൻ കേൾക്കാറുണ്ട് ഇത് വിട്ടു പോകുന്ന കാര്യമൊക്കെ. പക്ഷെ ഇത് എന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പനിയാണ് പിടിച്ചത്. എനിക്ക് പനി പനി പിടിച്ച് എനിക്ക് വിറക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ കസേര പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതെന്നാ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് അങ്ങനെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും 3:30 ഇറങ്ങിപ്പോയി വണ്ടി കയറി. വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ സാധനം കഴിഞ്ഞു പോയിട്ടുള്ളൂ. അതെടുത്ത് വേഗം കൈക്കകത്ത് കുറഞ്ഞിട്ടു. കൈ കുറഞ്ഞിട്ട് ഇങ്ങനെ കൈ കുറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഈ കൈ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആൾക്കാരെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നതല്ലേ. ഞാനിങ്ങനെ നിൽക്കുന്നു. അതിന് പുറകെ ഇവിടെ മുതൽ എന്റെ കൈ ഇങ്ങനെ കത്തി കരിഞ്ഞ് പുകഞ്ഞ് നീരുവാണ്. അപ്പോൾ ആരും മുളക് വെച്ച് വെച്ചുമ്പോൾ കൈ രണ്ടിങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അടുത്തേക്ക് ആൾ മിണ്ടാനും വരാം. ഞാൻ ഇങ്ങനെ ഒരു 5 മിനിറ്റ് വരെ അങ്ങനെ ഇരുന്നു. ഇങ്ങനെ എന്നതിന് ശേഷം അടുത്ത ആളുകൾ പറഞ്ഞ് ഞാൻ ഗ്ലാസും തള്ളി വെക്കാൻ പോകും. അതായത് ഗ്ലാസ് തള്ളി വെച്ചപ്പോൾ ഞാൻ 2 സാധനം ഈ താവളത്താണ് ഈ സാധനം കളഞ്ഞപ്പോൾ എന്റെ പനിയും കിട്ടും, എന്റെ ഈ ചൂടുമ്പോൾ എല്ലാം പോയി. എന്റെ ദൈവമേ. അതിനുശേഷം 8-ാം തീയതി ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പം ഈ ഹാൻസ് വിട്ടു പോയി. ഞാൻ മദ്യം പോയിട്ടില്ല. എന്നുവെച്ചാലും മദ്യം കഴിച്ചേക്കാം എങ്ങനെ കണക്കാക്കി 8-ാം തീയതി മദ്യം കഴിക്കാൻ വേണ്ടി എന്റെ ചേട്ടനും വന്നു സാധനമായിട്ട്. അപ്പൊ കഴിച്ചേക്കാന്ന് പറഞ്ഞ വൈകുന്നേരം കേറിച്ചു കുപ്പി എടുത്ത് പൊട്ടിച്ചു. ഗ്ലാസ് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. ഞാൻ അങ്ങ് ഓടി മുറ്റത്തോടൊപ്പം എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല. ഞാൻ വീണ്ടും തിണ്ണേനെ പെരക്കത്ത് കാര്യം വെക്കും. എനിക്ക് ഛർദ്ദിക്കാൻ വരും. അകത്ത് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 3-4 ഗ്ലാസ് എടുത്ത് എനിക്കത് തോന്നിയിട്ടുണ്ട്. ആ പ്രശ്നമായി. ഉടനെ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കഴിച്ചു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അകത്ത് കയറാം, അവരെടുത്ത് പോകാം. അതിനുശേഷം ഈസ്റ്റർ വന്നു. ഇതെല്ലാം കടന്നുപോയി. ഈസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഒരു അളിയന്റെ മേടിക്കുന്നു. അളിയന്റെ മേടിച്ചപ്പോൾ അവർ നല്ല മദ്യസ്ഥലത്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ ചെന്ന് അവിടെ ചെന്ന് അകത്തേക്ക് കയറി ഈ മണം വന്ന് എനിക്കത് നിൽക്കാൻ കഴിയില്ല. ഞാൻ പുറത്തേക്കാടി. അപ്പൊ ഇവിടെ ഭക്ഷണം കഴിക്കും പറഞ്ഞു. എന്നെ ആരോ തള്ളി എടുത്ത് എന്നെ പുറത്തുകൊണ്ട് വെക്കുക. ഞാൻ ലാസ്റ്റ് ഇവരോടൊന്നും യാത്ര പോലും പറയാതെ ഞാൻ വീട്ടിൽ കയറിപ്പോന്നു. വിട്ടുപോകുന്നു. പിന്നെ വിട്ട് വെടിച്ചു ആരാധിക്കറിയില്ല. അത്ഭുതമായ
6:27 പഠിപ്പിക്കുകയാണ്, പുരോഹിതന്റെ ആശീർവാദം ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ എന്ത് പറഞ്ഞാണോ ആശീർവദിക്കുന്നത് അതേപോലെ ദൈവവും ആ വ്യക്തിയെ ആശീർവദിക്കും. അത്രമാത്രം ദൈവം റെസ്പെക്ട് ചെയ്യുന്ന, ദൈവം സ്നേഹിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം തെരഞ്ഞെടുത്ത ഓരോ പുരോഹിതന്റെയും ജീവിതം. സ്വർഗം റെസ്പെക്ട് ചെയ്യുന്ന, സ്വർഗം മാനിക്കുന്ന ഒരു ജീവിതമാണ്. ഇങ്ങനെ ആശീർവദിക്കാനുള്ള അധികാരം ഇത് പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് ദൈവം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് നിനക്കും നിന്റെ ഈ പുരോഹിതർക്ക് മാത്രമുള്ളത് വേറെ ആരും ചെയ്യരുതെന്ന് കർത്താവ് വിശുദ്ധ ലേഖനത്തിലൂടെ അത് നിരോധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വേറെ ആർക്കെങ്കിലും ചെയ്യാൻ അധികാരമുണ്ടോ? ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു പോലീസോ ഒരു പട്ടാളത്തിൽപ്പെട്ട ഒരു പട്ടാളക്കാരനോ ആരെങ്കിലും ആശീർവദിച്ച് എന്തായിരിക്കും സ്ഥിതി? എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തായാലും ഒരു കാര്യം അറിയാം, ഒരച്ഛൻ ആശീർവദിക്കുമ്പോൾ ബൈബിളിൽ സംഖ്യ 6:27 പഠിപ്പിക്കുന്നു, അപ്പോൾ തന്നെ ഞാനും അവരെ ആശീർവദിക്കും. ഇത് വചനം പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, പറക പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം, ഒരു അച്ഛൻ ആശീർവദിക്കേണ്ട വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, അതിനും കർത്താവ് വില കൽപ്പിക്കുന്നുണ്ട്. ഒരച്ഛന്റെ വാക്കിന് പോലും ദൈവം ഉന്നതമായ വില കൽപ്പിക്കുന്നുണ്ട് എന്ന് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് ഏൽക്കാന ഹന്ന ദമ്പതികളുടെ കുടുംബമാണ്. എന്താണ് ഏൽക്കാന ഹന്ന ദമ്പതികളുടെ കുടുംബം? അവിടെ മക്കളില്ല. വർഷങ്ങളായിട്ട് ഹന്നയ്ക്ക് മക്കളില്ല. ഏൽക്കാനയ്ക്ക് ഹന്നയെ കൂടാതെ വേറെ ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരിൽ ഏൽക്കാനയ്ക്ക് തുരുതുരാന്ന് മക്കള്, ഹന്നയ്ക്ക് മാത്രം മക്കളില്ല. അപ്പോൾ കുഴപ്പം ആരുടേതാണെന്ന് എല്ലാവർക്കും ആരും പറയാതെ അറിയാം. അതുകൊണ്ട് ഹന്ന എപ്പോഴും മ്ലാനമുഖിയാണ്. അവൾക്ക് സന്തോഷമില്ല, അവൾക്ക് എപ്പോഴും ഒരു ദുഃഖമാണ്. അങ്ങനെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയും ദിവസങ്ങളോളം അവള് മ്ലാനമുഖിയായും വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദേവാലയത്തിലേക്ക് പോയി. ദേവാലയത്തിൽ നിന്നപ്പോ ദേവാലയത്തിൽ എത്തിയതേ ഓർമ്മയുള്ളൂ. ഹന്ന ദേവാലയത്തിനുള്ളിലേക്ക് കയറിയിട്ട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ദേവാലയത്തിൽ ഒരു പുരോഹിതനുണ്ടായിരുന്നു, ഏലി പുരോഹിതൻ. ഏലി പുരോഹിതൻ വന്ന് ഈ ഹന്നയെ ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തുകയാണ്. കാരണം മദ്യപിച്ച് ലക്ക് കെട്ടുവന്ന് സംസാരിക്കുന്നത് പോലെയാണ് ഈ ഹന്ന ദേവാലയത്തിൽ പെരുമാറിക്കൊണ്ടിരുന്നത്. കാരണം അത്രയും ദുഃഖം ഈ ഹന്നയുടെ മനസ്സിൽ തളം കെട്ടി കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഹന്ന ഏലി പുരോഹിതനോട് പറഞ്ഞു, 1 സാമുവേൽ 1-ാം അധ്യായം അതിൽ 17-ാം തിരുലിഖിതം, ഈ ദാസിയെ അധപ്പതിച്ചവളായി വിചാരിക്കരുതേ, അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, ഏലി നല്ലൊരു പൗരോഹിത്യമുള്ള നല്ലൊരു പുരോഹിതനാണ്, മനസ്സിലുള്ള ആളാണ്. സത്യം മനസ്സിലാക്കിയപ്പോ ഏലി പറഞ്ഞു, സോറി, നീ അങ്ങനെ നല്ല ആളാന്ന് ഞാൻ അറിഞ്ഞില്ല, നീ മദ്യപിച്ച് ലക്ക് കേട്ടാന്ന് ഞാൻ വിചാരിച്ചത്. നീ ഒരു കാര്യം, നീ വിഷമിക്കണ്ട, നീ സമാധാനത്തിൽ പോ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും, ദൈവം നിന്നെ സഹായിക്കും. ഇങ്ങനെ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ഏലി പുരോഹിതൻ ഹന്നയെ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ആനയിച്ചു. അതാണ് 17-ാമത്തെ വാക്യം. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവദിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാ കടാക്ഷമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം 19-ാം ലീഗിൽ 1 സാമുവേൽ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഏൽക്കാനയും ഹന്നയും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. ഏൽക്കാന ഹന്നയെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്ക്. ഈ ഹന്ന മക്കളുണ്ടാകാതെ ദുഃഖം പേറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ വർഷങ്ങളായിട്ട് മക്കളുണ്ടാകാത്ത വേദനയായിട്ടിരിക്കുന്ന ഈ ഹന്നയുടെ വേദന ഹന്നയുടെ മാതാപിതാക്കളും ഹന്നയുടെ ഭർത്താവായ എൽക്കാനയും ഇവരെ പരിചയമുള്ള എല്ലാവരും അറിയുന്നതാണ്. ഇതറിഞ്ഞ അന്ന് തൊട്ട് ഇവർ പ്രാർത്ഥന തുടങ്ങിയതാണ്. എനിക്ക് മക്കളുണ്ടാവില്ലെന്ന് അറിഞ്ഞ അന്ന് തൊട്ട് ഹന്ന ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം തരണേ, കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഉത്തരവില്ല. ഈ ഹന്നയ്ക്ക് മക്കളില്ലെന്ന് അറിഞ്ഞ അന്ന് തൊട്ട് ഹന്നയുടെ മാതാപിതാക്കന്മാരും ഈ ഹന്നയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ കൺവെൻഷന് പങ്കെടുക്കുന്ന ഒരുപാട് പേരൻസ് അവർ പറഞ്ഞ് അച്ഛനെ കണ്ടപ്പോൾ എന്തിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ഒരു മകളുണ്ട്, ഞങ്ങളുടെ ഒരു മകനുണ്ട്, വിദേശത്താണ്, അവർ കല്യാണം കഴിച്ചിട്ട് കുട്ടികളായിട്ടില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ ചിന്തിച്ച്, ഈ അപ്പനും അമ്മയ്ക്കും വേറെ ഒരു നിയോഗവും ഇല്ല, വേറെ ഒരു സങ്കടവും ഇല്ല, ഒറ്റ സങ്കടമുള്ളൂ ഹൃദയത്തിൽ. വേറെ തെറ്റില്ലാഞ്ഞിട്ടല്ല, അതെല്ലാം മാറ്റിവെച്ച് ഒറ്റ കാര്യം മാത്രമേ അവർക്കുള്ളൂ, എൻ്റെ മകൾക്ക്, എൻ്റെ മകന് കുഞ്ഞുങ്ങളെ വേണം. അതേപോലെ മാതാപിതാക്കന്മാരും വർഷങ്ങളായി തങ്കുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മകൾ ഹന്നയ്ക്ക് മക്കളില്ല, അവൾക്ക് മക്കളെ കൊടുക്കണേ, ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ഹന്നേനെ അറിയാവുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആര് പ്രാർത്ഥിച്ചിട്ടും ആ വിഷയത്തിൽ ഒരു നീക്കുപോക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവാലയത്തിൽ ഏലി പുരോഹിതന്റെ ശ്രദ്ധയിൽ ഈ ഹന്നയെ പെടുന്നത്. ഏലി പുരോഹിതൻ കുരിശിന്റെ ആശീർവാദം കൊടുക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു സിമ്പിൾ കാര്യം മാത്രം, സമാധാനമായി പോവുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ, ഒരു ആശംസാ വാക്ക് അങ്ങനെ പറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എൽക്കാന ഹന്നയെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. വേറൊരു വാക്കി പറഞ്ഞാൽ 10,000 പേരുടെ മധ്യസ്ഥ പ്രാർത്ഥനയേക്കാൾ ശക്തിയുണ്ട് പൗരോഹിത്യത്തിന്റെ അഭിഷേകം സ്വീകരിച്ച ഒരാൾ വെറുതെ ഒരു വാക്ക് പറഞ്ഞ. അത്രയ്ക്കും ദൈവം മാനിക്കുന്ന ഒരു ജീവിതാന്തസ്സാണ് പൗരോഹിത്യ ജീവിതം. ഹല്ലേലൂയ. എന്നിട്ട് ഈ സാമുവേൽ വളർന്ന് പ്രായമായപ്പോൾ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ചു. ഇത് ഏലി പറഞ്ഞതുകൊണ്ടാണ് ഇത് പുത്രൻ ജനിച്ചത് എന്നതിന് വീണ്ടും തെളിവുണ്ട്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ. കർത്താവിന് സമർപ്പിക്കേണ്ട സമയം വന്നപ്പോൾ ഇവര് സാമുവേലിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച്, അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും ഏലി പുരോഹിതൻ വാ തുറന്ന് 2 അനുഗ്രഹങ്ങൾ അവർ കൊടുത്ത്. അതാണ് 20-21 വാക്യങ്ങൾ. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ നിനക്ക് വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് ഏൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചു. പിന്നീട് അവർ വീട്ടിലേക്ക് പോകും. കർത്താവ് ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ചു 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. അപ്പോ ഏലി പുരോഹിതൻ പ്രത്യേകം എടുത്ത് അനുഗ്രഹിച്ചു. എന്താ പറഞ്ഞത്? നിനക്ക് മക്കൾ ജനിക്കട്ടെ എന്നല്ല, നിനക്ക് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകട്ടെ എന്ന് എടുത്തു പറഞ്ഞ് അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതനുസരിച്ച് ദൈവം 3 പുത്രന്മാരെ 2 പുത്രിമാരെ കൊടുത്ത് സമൃദ്ധിയിൽ കൊടുത്തങ്ങ് അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഒരുപാട് പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഫലിക്കാതെ പോയി. സ്വന്തം പ്രാർത്ഥന, ഒരുപാട് പേര് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചിട്ടും കേൾക്കാതെ പോയ ഒരു വിഷയമാണിത്. ഹന്നയുടെ മക്കൾ, ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നത്. അങ്ങനെ സ്വന്തം ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചിട്ടും കേൾക്കാതിരുന്ന പ്രാർത്ഥനയുടെ മേൽ പൗരോഹിത്യം ഉണ്ടായിരുന്ന ഒരാൾ വെറുതെ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അത്രമാത്രം ദൈവം മാനിക്കുന്നൊരു ജീവിതമാണ് പൗരോഹിത്യ ജീവിതം. അതിനെക്കുറിച്ച് യേശയ്യായുടെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. യേശയ്യ 44:26. കർത്താവ് തന്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തന്റെ ദൂതന്മാരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യും. കർത്താവ് തന്റെ ദാസന്മാരുടെ വാക്ക്, പ്രാർത്ഥന എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു വാക്ക്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് ദൈവം അത് നോട്ട് ചെയ്യും, ദൈവം നടപ്പാക്കും. യേശയ്യ 44-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, കർത്താവ് തന്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും ദൂതന്മാരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അതായത് ഒരച്ഛൻ കുറേ നേരം തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നാലേ അനുഭവം ആകുള്ളൂ, അങ്ങനെ കൃത്യമായിട്ടൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില ആളുകൾക്ക് തോന്നി ഇങ്ങനെ ഓരോ സെക്കൻഡ് തൊട്ട് പോണ സമയത്ത് ഈ പ്രാർത്ഥന കൊണ്ട് എൻ്റെ വിഷയം മാറില്ലെന്ന് ചില ചേട്ടത്തിമാർ പറയണം ഞാൻ കേട്ടതാണ്. അത് ഒരു തെറ്റായ ഇതാണ്. കർത്താവിന് ഒരു സെക്കൻഡ് ഒന്ന് തൊട്ടാൽ മതി, ഒന്ന് ആശീർവദിച്ചാൽ മതി, അത് മതി അപ്പസ്തോലിക സഭയിൽ. പ്രൈസ് ദി ലോർഡ്. എനിക്കിത് ആദ്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ആരെങ്കിലും വന്നാൽ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം പ്രാർത്ഥന കൂടെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ മഴ. അപ്പൊ ആളുകൾക്ക് അതാണ് സന്തോഷം. ഒരു 1.5 മണിക്കൂർ എടുത്ത് പ്രാർത്ഥിച്ചാൽ ബഹുത്ത് സന്തോഷം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങളുടെ സജീവൻ ധ്യാനകേന്ദ്രത്തിലെ ഒരു പ്രത്യേക ഫംഗ്ഷന് അഭിയോന്യ പിതാവ് വരികയാണ്. അപ്പോൾ വെളുപ്പിനെ ഞാനാണ് അത് സ്വീകരിക്കാൻ വേണ്ടി നിയുക്തനായിരിക്കുന്ന വ്യക്തി. പൂച്ചണ്ടൊക്കെ പിടിച്ച് ഞാനാണ് അവിടെ രാവിലെ തൊട്ട് ടെൻഷൻ പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടത്തി വന്ന് എൻ്റെ കൈക്കിട്ട് ഒറ്റപ്പെടുത്താം. അച്ഛനെ കുറേ കാലം വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വാച്ചാന്ന് പറഞ്ഞിട്ട് ചേട്ടത്തി കയ്യെ കയറി പിടിച്ച്. ചേട്ടത്തിമാർക്ക് നല്ല അധികാരമുണ്ട്, പ്രാർത്ഥിക്കുന്നവർക്ക് ആത്മീയ അധികാരമുണ്ട്. ഇവിടെയും ചില ചേട്ടന്മാർ കയ്യെ കയറി വലിക്കാൻ നോക്കിയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ചേട്ടത്തി വെറുതെ ഒന്നുമല്ല, അവർ പ്രാർത്ഥിച്ചിട്ടാണ് വന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടത്തി പറഞ്ഞു അച്ഛനോട് കുറേ കാലം ഒന്ന് മിണ്ടാൻ വേണ്ടി ഇരിക്കുക, നിങ്ങോട്ട് വാച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ചേട്ടത്തി വിഷയം എന്ന് ചോദിച്ചു. ഉടനെ ചേട്ടത്തി പറഞ്ഞു, അച്ഛാ ഒരു പറമ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് ഒരാളും വരുന്നില്ല അച്ഛാ, പറമ്പ് വിൽപ്പന നടക്കണില്ല. ഞാൻ പറഞ്ഞു എന്നാൽ ചേട്ടത്തി കൈ കുപ്പിക്കാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. കർത്താവേ ഈ ചേട്ടത്തി പറമ്പ് വിൽപ്പന നടക്കട്ടെ എന്ന് പറഞ്ഞ് ആശീർവാദം കൊടുത്തു. അപ്പോഴേക്കും പിതാവ് അപ്പുറത്ത് വരണ സമയം ഞാൻ വേഗം കൊറോന പള്ളിക്ക് ഓടി. കാരണം പിതാവ് അവിടെ എത്തുമ്പോൾ നമ്മളവിടെ ഇല്ലെങ്കിൽ അത് വലിയൊരു ദോഷമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം അങ്ങോട്ട് പോയി. ഉടനെ ചേട്ടത്തിയുടെ മനസ്സ് ഇടിഞ്ഞു പോയി. ചേട്ടത്തി എന്ത് പറഞ്ഞു അറിയാം, ഇത് എന്നെ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാണ്. ചേട്ടത്തിമാരാന്ന് പറഞ്ഞൊരു കാര്യമില്ല, അവർക്കെല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ചേട്ടത്തി അന്ന് ആ വെള്ളിയാഴ്ച മുഴുവൻ ഡിമ്മായിട്ട് ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുകയാണ്. ഒന്നിലും സന്തോഷമില്ല. കാരണം ഇന്ന് വന്ന് വണ്ടിക്കൂലി പോയി. കാരണം എന്താ, അച്ഛൻ ഉഴപ്പി പ്രാർത്ഥിച്ചു. എന്താണ് ചേട്ടത്തിയുടെ കംപ്ലൈൻറ്റ്. അച്ഛൻ എന്താ വെച്ചാൽ പിതാവിനെ സ്വീകരിക്കുന്ന സമയമായതുകൊണ്ട് അച്ഛൻ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ശരി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഓടിപ്പോയി. അതുകൊണ്ട് അച്ഛൻ ഉഴപ്പി ഈ പ്രാർത്ഥന കൊണ്ട് എൻ്റെ സ്ഥലവിൽപ്പന നടക്കിയല്ലെന്ന് ചേട്ടത്തി ഇങ്ങനെ പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ വെള്ളിയാഴ്ച ഞാൻ നോക്കുമ്പം ഈ ചേട്ടത്തി ഒരു പുലിയെ പോലെ ഇതാ വരുന്നു. വന്നിട്ട് സ്റ്റേജിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു ശക്തിയുണ്ട് നമ്മൾ വിചാരിക്കുന്നതല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചു. ആ ചേട്ടത്തി പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് അച്ഛനെ ഞാൻ കൈക്ക് പിടിച്ച് ഓർക്കുന്നുണ്ടോ, അന്ന് സ്ഥലവിൽപ്പനയുടെ കാര്യം പറഞ്ഞു. അപ്പം അച്ഛൻ വേഗം തൊട്ട് ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ഓടി. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛനെ ഉഴപ്പി പ്രാർത്ഥിച്ചു, എന്നെ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഇതൊന്നും ഈ പ്രാർത്ഥന കൊണ്ടൊന്ന് എൻ്റെ സ്ഥലവിൽപ്പന നടക്കിയാലെന്ന് വിചാരിച്ച് ഞാനന്ന് സങ്കടപ്പെട്ടിരുന്നിരുന്നു. എന്നാൽ അന്ന് 3:30 ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി. ബസ് ഇറങ്ങി. അവിടെ തിരുത്തമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബസ് ഇറങ്ങി അങ്ങോട്ട് കുറച്ചു ദൂരം ചെന്നപ്പം എതിരെ ഒരാൾ വരുന്നു. ആൾ ചോദിച്ചു ചേട്ടത്തി ഇത്ര നേരം എവിടെയായിരുന്നു? ചേട്ടത്തി പറഞ്ഞു ഞാൻ ധ്യാനകേന്ദ്രത്തിൽ പോയിരിക്കായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു ഞാൻ ചേട്ടത്തിയുടെ സ്ഥലം വിൽക്കാനുണ്ടെന്ന് കേട്ടിട്ട് നോക്കാൻ വേണ്ടി വന്നതാണ്. ചേട്ടത്തി ഇല്ലാത്തവർ ഞാൻ മടങ്ങി പോവുക. ഉടനെ ചേട്ടത്തി പറഞ്ഞു സമയം ഇഞ്ഞുണ്ടല്ലോ 3:30 ആയിട്ടുള്ളൂ. ഉടനെ ചേട്ടത്തി ആ ചേട്ടനെ കൂട്ടി പോയി. ആ സ്ഥലം എല്ലാം നോക്കി. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ആ ചേട്ടനെ സ്ഥലം പിടിച്ച് ഈ ചേട്ടത്തി വിചാരിച്ചതിനേക്കാൾ നല്ല വില ആ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ സ്ഥലം കച്ചവടമായി. പിറ്റേ വെള്ളിയാഴ്ച ചേട്ടത്തി വന്നിട്ട് പറയാണ് ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ വിലയ്ക്ക് എൻ്റെ സ്ഥലവിൽപ്പന നടന്നു. അത് 8 ദിവസം കൊണ്ട് അതിൻ്റെ ആചാരം എന്ന് പറഞ്ഞ അഡ്വാൻസ് എല്ലാം കിട്ടി. ഇതെല്ലാം നടപടികൾ നടന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി. കാര്യങ്ങൾ ഉയർത്തിയെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കുറേ നേരം പ്രാർത്ഥിച്ചാലും കുറച്ചു നേരം പ്രാർത്ഥിച്ചാലും നീ ഒന്നും അടുത്ത് വന്ന് കൈവച്ചില്ല. പള്ളിയിൽ നിന്ന് ഇടവക പള്ളിയിൽ ഒരു ആശീർവാദമാണ് അതൊക്കെ നമുക്ക് തരുന്നെങ്കിലും അതിന് ശക്തിയുണ്ട്. അത് ദൈവമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്, മനുഷ്യനല്ല, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. യെശയ്യാ 44:26 പഠിപ്പിക്കുകയാണ് കർത്താവ് തന്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തന്റെ ദൂതന്മാരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു വാക്ക് ഒരച്ഛൻ പറഞ്ഞാൽ ആ വാക്ക് നടപ്പാക്കാൻ ദൈവം ശ്രദ്ധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ദൈവം വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് 2 പേരുടെ വാക്ക് നടപ്പാക്കാൻ വേണ്ടി ഉത്സാഹിക്കും. ഒന്ന്, ദൈവം പറഞ്ഞ എല്ലാ വാക്കും നടപ്പാക്കാൻ ദൈവം കണ്ണിൽ എണ്ണ വെച്ച് നോക്കിയിരിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ജെറമിയ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതമാണ്. ജെറമിയ 1:12 പഠിപ്പിക്കുകയാണ് തന്റെ ജെറമിയായ്ക്ക് ദൈവം ഒരു ജാഗ്രതാ വൃക്ഷത്തിന് ശാഖ കാണിച്ചു കൊടുത്തിട്ട് ജെറമിയോട് ചോദിച്ചു, ജെറമിയ നീ ഇപ്പോൾ എന്ത് കാണുന്നു? ജെറമിയ പറഞ്ഞു ഒരു ജാഗ്രതാ വൃക്ഷത്തിന് ശാഖ. കർത്താവ് പറഞ്ഞു നീ കണ്ടത് ശരി തന്നെ,
എന്റെ വാക്ക് നിവർത്തിക്കാൻ ഞാൻ ജാഗരിച്ച് കാത്തിരിക്കുന്നു. എന്റെ വാക്കുകൾ നിവർത്തിക്കാൻ ഞാൻ ജാഗരിച്ച് കാത്തിരിക്കുന്നു. ജെറമിയായോട് ദൈവം പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ എല്ലാ വാക്കും നടപ്പാക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിന് നിർബന്ധമുള്ള മറ്റൊരു സംഗതിയാണ്, ദൈവത്തിന്റെ നാമത്തിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്ററോ ഒരു അച്ഛനോ പറയുന്ന വാക്കുകളെ നടപ്പാക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതാണ് യെശയ്യാ 44:26. കർത്താവ് തന്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തന്റെ ദൂതന്മാരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വലതുകര ഉയർത്തി 2 ഹല്ലേലൂയ ഉറക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ഈ പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ചാണ് ആശീർവാദങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും, നെറ്റി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും, ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന് ശക്തി ഇറങ്ങാൻ വേണ്ടി ഒരു അച്ഛൻ പ്രാർത്ഥിച്ചാൽ ആ വാക്ക് ദൈവം അത് നടപ്പാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗരോഹിത്യത്തോട് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന മറ്റൊരു അധികാരത്തിലേക്ക് നമ്മളിപ്പോൾ നീങ്ങുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതത്തിലാണ് നമ്മളത് കാണുന്നത്. പ്രഭാഷകൻ 45:16 പഠിപ്പിക്കുകയാണ്, ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവ കുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഒരച്ഛൻ ധൂപം അർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്ഭുതകരമായ ശക്തിയുണ്ട്. ഒരച്ഛൻ കുരിശ് കൊണ്ടൊരു ആശീർവാദം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ശക്തിയുണ്ട്. ഒരച്ഛൻ വെഞ്ചരിച്ചാൽ അതിൻ്റെതായ അത്ഭുതകരമായ ശക്തിയുണ്ട്. പൗരോഹിത്യത്തിന്റെ ഓരോ ശുശ്രൂഷകളിലും സ്വർഗത്തിന്റെ ശക്തി സ്വർഗം അയച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇപ്പോ ധൂപം അർപ്പിക്കുന്ന എന്താ ശക്തി? ഒരച്ഛൻ നമ്മൾ കുർബാനയ്ക്കൊക്കെ വരുന്ന ധൂപം അർപ്പിക്കുന്ന സമയത്ത് ആ കുട്ടികളൊക്കെ ഞാൻ കാണുന്നുണ്ട്, ആൾക്കാരെ കൂടെ ഒക്കെ ചുമ്മാ ഒരു ബോധ്യമില്ലാതെ ഈ ധൂപക്കുറ്റിയും പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. സത്യത്തിൽ ധൂപക്കുറ്റിയും ധൂപാർപ്പണവും വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടി വെച്ചിരിക്കുകയല്ല, അത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്. ആ ആത്മീയ ശുശ്രൂഷയുടെ സമയത്ത് ആത്മീയ ശക്തി ധൂപാർപ്പണത്തിലൂടെ വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് ആദ്യം ഇത് അറിയാല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ പണ്ട് കാലത്തെ ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ അല്ലെങ്കിൽ സഭയുടെ ചില പാരമ്പര്യങ്ങൾ, ഇതിനൊന്നും വലിയ പ്രസക്തിയില്ല. അതൊക്കെ കാലാകാലത്തൊക്കെ ആവശ്യമില്ല, അതൊക്കെ കളഞ്ഞിട്ട് ഇപ്പൊ ആവശ്യമുള്ള പുതിയത് ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ പാരമ്പര്യങ്ങൾക്ക് അതിൻ്റെതായ അത്ഭുതകരമായ ശക്തിയുണ്ട്. ഒരു ധൂപാർപ്പണത്തിന്റെ ശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു സംഭവം നിങ്ങളോട് പറയാം. ഭയപ്പെട വേണ്ട. ഉറക്കുന്നവർ 2-3 പേരെ ഉറങ്ങുന്നവരെ കണ്ടു കർത്താവ് ഇടിമുഴക്കത്തിലൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്വരത്തിൽ കുറവായതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പല വിധത്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോ ധൂപാർപ്പണത്തിന്റെ ശക്തി എനിക്ക് മനസ്സിലായ സംഭവം നിങ്ങളോട് പറഞ്ഞു തരാം. ഒരു ദിവസം സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു താമസമുള്ള ധ്യാനം നടക്കുകയാണ്. താമസമുള്ള ധ്യാനം നടക്കുന്ന സമയത്ത് ഇതാ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് എപ്പോഴും തോന്നല് ചാകണം എന്ന് തോന്നുക. അങ്ങനെ ചില ആളുകൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് വരും. അപ്പോൾ അത് ആത്മഹത്യാ പ്രവണതയാണത്. എവിടെ ചെന്നാലും അവർ ആദ്യം കണ്ടുപിടിക്കുന്നത് ചാകാനുള്ള സ്ഥലമാണ്. ബ്ലേഡുണ്ടോ, കത്തിയുണ്ടോ, കൊട്ടയുണ്ടോ, കയറുണ്ടോ, ഇതൊക്കെ നോക്കി അവരത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ വന്നു. ഇതാ ഒരു ദിവസം ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യന് തോന്നി ഇപ്പൊ പോയാ പേടിക്കാതെ ചാകാം എന്ന് ചിന്തിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രാത്രി 7 മണിക്ക് 9 മണിക്ക് ഇടയ്ക്കുള്ള ആരാധനയുടെ സമയമാണ്. എല്ലാ സ്ഥലത്തും ഇരുട്ടാണ്. എല്ലാവരും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ ഇറങ്ങി ക്ഷണനേരം കൊണ്ട് അവിടെ ഒരു മലയുണ്ട്, ആ മലയിൽ ചെന്നു. അവിടെ ആ മലയുടെ അവിടെ തൂങ്ങിച്ചാകാൻ പറ്റിയൊരു മരമുണ്ട്. അതൊക്കെ നേരത്തെ 2 ദിവസം കൊണ്ട് ഈ ചേട്ടൻ അതെല്ലാം കൃത്യം കണ്ടുപിടിച്ച് ആ റൂട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനവിടെ 10-12 വർഷമായി താമസിക്കും, ഇതുവരെ എനിക്കത് കാണാൻ പറ്റിയില്ല. പക്ഷെ ചേട്ടൻ 2 ദിവസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് കണ്ട് റൂട്ട് ഉൾപ്പെടെ ഏത് ഇരുട്ടത്തും പോകാൻ തക്ക വേണ്ടതിൽ അതെല്ലാം പലതവണ നടന്ന് അത് റൂട്ട് ബൈഹാർട്ട് ചെയ്തു. ഇതാണ് ആത്മഹത്യാ പ്രവണതയുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം.
എവിടെയാണ് ആത്മഹത്യ പറ്റുന്ന സ്ഥലം നോക്കി അത് കണ്ടുപിടിച്ച് വെച്ചിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹം പുറത്തിറങ്ങി ക്ഷണനേരം കൊണ്ട് ഈ തൂങ്ങിച്ചാകാനുള്ള മരത്തിന്റെ ചുവട്ടിലെത്തി. അദ്ദേഹം നോക്കിയപ്പം അദ്ദേഹം പറഞ്ഞ് പേടിക്കണ്ട, കാരണം ആരും കാണുന്നില്ല. സമാധാനത്തിൽ പേടിക്കാതെ സുഖമായിട്ട് കയറിട്ട് ചാകാന്നൊക്കെ വിചാരിച്ച് കഴുത്ത് കുടുക്ക കിട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടുക്ക കിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൊടുന്നനെ ചേട്ടൻ നോക്കുമ്പോൾ ഇതാ ചേട്ടന്റെ മുമ്പിൽ ലോഹയിട്ട് ഒരാൾ വന്ന് നിൽക്കണം. നോക്കുമ്പോൾ വട്ടായിലച്ചൻ തന്നെ. അച്ഛൻ വെറുതെ അല്ല, ധൂപക്കുറ്റിയായിട്ടാണ് വന്നിരിക്കുന്നത്. മാഷ് വന്ന ചൂരലുമായിട്ട് വരും, അച്ഛൻ വന്നാൽ ധൂപക്കുറ്റിയായിട്ട് വന്നിട്ട് ഈ ചേട്ടൻ പറയാണ്, അച്ഛൻ ഈ ചേട്ടന്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ ധൂപം അർപ്പിക്കാൻ തുടങ്ങി. ഈ ഇതിന്ന് പരിമളദ്രവ്യം ഇങ്ങനെ പുകഞ്ഞ് പരിമളദ്രവ്യത്തിന്റെ പുക ഈ ചേട്ടന്റെ മുഖത്തേക്ക് ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. ഈ പരിമളദ്രവ്യത്തിന്റെ പുക മൂക്കിലേക്ക് അടിക്കാൻ തുടങ്ങിയപ്പം ഈ ചേട്ടൻ എന്തോ ഒരു വെളിവ്. ഉടനെ വീണ്ടും അച്ഛൻ ഒന്നും കൂടെ ധൂപിച്ച്, മൂന്നാമതും ധൂപിച്ചപ്പം ഈ ചേട്ടന്റെ ആ കറുത്ത അന്ധകാര പീഡകൾ വിട്ടുപോയി. ഈ ചേട്ടന് വെളിവ് കിട്ടി. ഈ ചേട്ടൻ ഞാനെന്താ ഈ രാത്രി ഇവിടെ വന്ന് നിൽക്കുന്നത്? അതുവരെ ഒരു മൂടലിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടൻ. വെളിവ് കിട്ടിയപ്പോൾ ചേട്ടൻ ചിന്തിക്കുകയാണ്, അല്ല ഞാനെന്താ ഇവിടെ ഈ രാത്രി ഈ മലയെ വന്ന് നിൽക്കുന്നത്? ചേട്ടൻ നോക്കാൻ മുമ്പ് ഞാൻ നിൽക്കുകയാണ്. ചേട്ടൻ ഒറ്റ ഓട്ടം ക്ഷണനേരം കൊണ്ട് ദേവാലയത്തിനുള്ളിൽ വന്ന് ആരാധനയുടെ മുമ്പിൽ വന്ന് യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. എന്തായാലും ചെയ്ത് ബുധനാഴ്ച രാത്രിയാണ് സംഭവിക്കുന്നത്. അന്നൊരു വ്യാഴാഴ്ച രാത്രി ആ ചേട്ടൻ വന്ന് സ്റ്റേജിൽ വന്ന് എല്ലാവരോടുമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ രാത്രി മലമുകളിൽ വന്ന് അച്ഛൻ ധൂപം അർപ്പിച്ചപ്പോൾ തൊട്ട് എൻ്റെ ആത്മഹത്യ പ്രവണത പോയി, ഇപ്പൊ എനിക്ക് ചാകണമെന്ന് തോന്നണില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ചോദിച്ചു, അതിന് മലമുകളിൽ ഇന്നലെ ഞാൻ വന്നില്ലല്ലോ. ചേട്ടൻ പറഞ്ഞു, അച്ഛൻ എന്നെ പറ്റിക്കാന്ന് നോക്കണ്ട, അച്ഛൻ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ശരിക്കും കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതോ ഒരു ദൈവദൂതൻ ഒരു വൈദികന്റെ ഡ്രസ്സിൽ അവിടെ ചെന്ന് ധൂപാർപ്പണ ശുശ്രൂഷ ചെയ്ത് ഈ മനുഷ്യന്റെ ആത്മഹത്യ പ്രേരണ നൽകുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തി വിടുവിച്ച് ഡെലിവറൻസ് കൊടുത്ത് തിരിച്ച് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ പൗരോഹിത്യ അധികാരമുള്ള ഒരാള്, വെറുതെ നിങ്ങളിങ്ങനെ പോച്ചുകൊണ്ട് നടന്ന് എന്തായിരിക്കും അറിയാൻ പറ്റില്ല. പക്ഷെ പൗരോഹിത്യമുള്ള ഒരാള് ധൂപാർപ്പണം ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്ത് ഡെലിവറൻസും അനോയിന്റിങ്ങും അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് നമുക്കൊരു ഉദാഹരണം ബൈബിളിലുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം. സംഖ്യയുടെ പുസ്തകത്തിൽ ഇതാ ദൈവത്തിന്റെ ജനം പാപം ചെയ്ത് ദൈവത്തിനെതിരെ പാപം ചെയ്ത് മോശയ്ക്കും അഹ്റോനെതിരെ പിറുപിറുത്ത് അതിന്റെ പരിണതഫലമായി മഹാമാരി പിടിപെട്ട് 14,700-ൽ പരം ആളുകൾ മരിച്ചു വീണ്. അങ്ങനെ മരിച്ചു വീണുകൊണ്ടിരുന്നപ്പോ മോശയ്ക്ക് വലിയ സങ്കടമായി. മോശ ദൈവസന്നിധിയിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ച്, ദൈവമേ ഈ ജനത്തോട് കരുണ തോന്നണമേ. അപ്പോൾ ദൈവം ആ മോശയുടെ പ്രാർത്ഥന കേട്ട് മോശയുടെ ജീവിതത്തിൽ ഇടപെട്ട് ദൈവം മോശയോട് പറഞ്ഞു, നീ ഇങ്ങനെ കമിഴ്ന്നു വീണ് കിടക്കണം എന്തിന്? നീ എഴുന്നേറ്റ് അഹ്റോനോട് ഈ ജനത്തിന് വേണ്ടി ധൂപാർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മോശ അഹ്റോനോട് പറഞ്ഞു, അഹ്റോൻ നീ വേഗം ധൂപകലശം എടുത്ത് അതിൽ പരിമളദ്രവ്യം ചേർത്ത് ജീവനോടെ ഇരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ഇടയിൽ പോയി ഈ ജനത്തിന് വേണ്ടി ധൂപാർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ അഹ്റോൻ വേഗം ബലിപീഠത്തിൽ നിന്ന് അഗ്നിയെടുത്ത് ധൂപകലശത്തിൽ പരിമളദ്രവ്യം ചേർത്ത് ജീവനോടെ ഇരുന്നവരുടെയും മരിച്ചവരുടെയും ഇടയിൽ പോയി ധൂപാർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. 14,700-ൽ പരം ആളുകൾ മരിച്ചിട്ടുണ്ട്. മഹാമാരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, അഹ്റോൻ ധൂപാർപ്പണം ചെയ്ത് ആ ധൂപാർപ്പണത്തോടുകൂടി മരണം നിലച്ചു. പിന്നെ ആരും ആ പാപത്തെ പ്രതി ആ സമൂഹത്തിൽ മരിക്കാൻ ദൈവം ഇടവരുത്തിയില്ല. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ച കാര്യമുണ്ട്. ഈ അഹ്റോനേക്കാൾ കൂടുതൽ വിശുദ്ധിയും കൂടുതൽ ദൈവത്തോട് അടുപ്പവും ഉണ്ടായിരുന്നത് മോശയ്ക്കായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സമയം വന്നപ്പോൾ മോശ പോകാതെ മോശ അഹ്റോനെ വിട്ടത്? ഉറക്കെ പറ, എന്തുകൊണ്ടാണ്? ഇവിടെ വിശുദ്ധിയോ ശക്തിയോ ദൈവത്തോടുള്ള ഫ്രണ്ട്ഷിപ്പോ എന്നതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ടത് ആരുടെ മേലാണ് ഈ പൗരോഹിത്യം ഉള്ളത് എന്നുള്ളതാണ്. പൗരോഹിത്യം ഒരു അഭിഷേകമാണ്, അതോടൊപ്പം തന്നെ പൗരോഹിത്യം ഒരു അധികാരമാണ്. പ്രൈസ് ദി ലോർഡ്. പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു ആത്മീയ അധികാരമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ വിശുദ്ധി ആർക്കാണ്, പ്രാർത്ഥന കൂടുതൽ ആർക്കാണ് എന്നതൊക്കെ പ്രധാനപ്പെട്ടത് തന്നെ. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ അധികാരത്തോടുകൂടി പറയണതും അധികാരം ഇല്ലാതെ പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഈ റോട്ടിൽ കൂടെ വലിയൊരു 20 ചക്രമുള്ള ലോറി ഓടി വരിക എന്ന് വിചാരിക്കുക. അപ്പം
ആ ലോറിയുടെ അത്ര തന്നെ ഏതാണ്ട് വലിപ്പമുള്ള ഒരു ചേട്ടൻ നിന്നിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞ് കൈ നീട്ടിയാൽ ആ ലോറി അവിടെ നിർത്തിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ നിർത്താം, ചിലപ്പോൾ നിർത്തണം, നിർബന്ധമൊന്നുമില്ല. എന്നാൽ അധികാരമുള്ള ട്രാഫിക് പോലീസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കൈ കാണിച്ച സിഗ്നൽ കാണിച്ചാൽ എത്ര വലിയ വണ്ടിയാണെങ്കിലും എത്ര സ്പീഡിൽ വരുന്ന വണ്ടിയാണെങ്കിലും അവിടെ നിർത്തും. പ്രൈസ് ദി ലോർഡ്. അധികാരമുള്ളവർ പറയണതും അധികാരം ഇല്ലാത്തവർ പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അധികാരമുള്ളവർ ധൂപാർപ്പിക്കുന്നതും അധികാരം ഇല്ലാത്തവർ ധൂപാർപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അധികാരമുള്ളവർ ആശീർവദിക്കുന്നതും അധികാരം ഇല്ലാത്തവർ ആശീർവദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. പൗരോഹിത്യം ഒരു അധികാരമാണ്. ഈ അധികാരമുള്ളവര് ഈ പൗരോഹിത്യത്തിന്റെ ആ അഭിഷേക അധികാരം ഉപയോഗിച്ച് ധൂപാർപ്പണം ചെയ്യുമ്പോൾ തലമുറകളായി കുടുംബങ്ങളെ ശിഥിലീകരിച്ചുകൊണ്ടിരിക്കുന്ന പല തിന്മകളും ആ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകും. പലതരത്തിലുള്ള തലമുറയുള്ള പാരമ്പര്യ സ്വാധീനങ്ങൾ വിട്ടുമാറിപ്പോകും. അത് കോമ്പൗണ്ട് സംബന്ധമായ വിഷയമാകട്ടെ, അത് സ്വഭാവ സംബന്ധമായ വിഷയമാകട്ടെ, അത് കുടുംബപരമായ വിഷയങ്ങളാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, ആത്മീയ മേഖലയാകട്ടെ, രോഗത്തിന്റെ മേഖലയാകട്ടെ, പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിലയ്ക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വലതുകൈ ഉയർത്തി 2 ഹല്ലേലൂയ ഉറക്കെ പറയാം. നിങ്ങളുടെ വികാര്യത്തിന് ഓർത്ത് 1 ഹല്ലേലൂയ ഉറക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ മാമോദിസ മുഖ്യ അച്ഛനെ ഓർത്ത് വലതുകൈ ഉയർത്തി ഒന്നുങ്ങൾ പറ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മളുടെ ദേവാലയത്തിലെ ധൂപാർപ്പണങ്ങളും പൗരോഹിത്യ അധികാരമുള്ള ഓരോരുത്തരും ധൂപാർപ്പണവും വളരെ ഉന്നതമായ ദൈവശക്തി വ്യാപരിക്കുന്ന സമയമാണത്. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു അധികാരം, പൗരോഹിത്യ ദൈവം ചേർത്തുന്ന മറ്റൊരു അധികാരമാണ് ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കാനുള്ള അധികാരം. നമ്മുടെ കുർബാന നമ്മൾ പറഞ്ഞെങ്ങനെയാണ്? ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ കുർബാന അർപ്പിക്കുന്നു. ആത്മാക്കളുടെ മോചനം, കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനം, ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെ അനുരഞ്ജനത്തിനും അങ്ങനെ കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനയിൽ അതിന്റെ റേഞ്ച് നമ്മൾ കുർബാനയുടെ പ്രാർത്ഥനയെ തന്നെ നമ്മൾ ഏറ്റു പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കടങ്ങളുടെ പൊറുതിക്ക്, പാപങ്ങളുടെ മോചനത്തിന്. ഒരച്ഛൻ കുർബാന അർപ്പിച്ച് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഹല്ലേലൂയ. മഴ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, എന്നാലും സാരമില്ല. നമ്മൾ ഈ സഹനം നമ്മുടെ വിശുദ്ധീകരണത്തിന് ആവശ്യമായിരിക്കും. ഹല്ലേലൂയ. ത്യാഗപൂർവ്വം സാധിക്കുന്നത് പോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സാധിക്കുന്നത് പോലെ പങ്കുചേരാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരച്ഛൻ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് അതിൻ്റെതായ അത്ഭുതകരമായ ശക്തിയുണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഒരു ദിവസം അട്ടപ്പാടി സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച എല്ലാവരും പോകുന്ന സമയത്ത് അന്ന് ബിനോയ് അച്ഛനാണ് ധ്യാനം നടത്തുന്നത്. ബിനോയ് അച്ഛൻ്റെ അടുത്ത് ഒരു നല്ല ബുദ്ധിമാനായ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ 5 ദിവസം ധ്യാനം കൂടി, ധ്യാനമൊക്കെ വളരെ നല്ല ധ്യാനമായിരുന്നു, പക്ഷേ ഞാൻ ഇതുവരെയും കുമ്പസാരിച്ചിട്ടില്ല. ഞാൻ പോവുകയെന്ന് പറഞ്ഞു. ധ്യാനം നല്ലതായിരുന്നു, ഞാൻ പോവുകയെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോഴാണ് അച്ഛൻ അറിയണത് ഈ ചേട്ടൻ കുമ്പസാരിച്ചിട്ടില്ല. ആ ചേട്ടൻ മൈസൂരിൽ നിന്ന് വരുന്നൊരു നല്ല ഉദ്യോഗസ്ഥനാണ്. ആ ചേട്ടനോട് ചോദിച്ചു, 5 ദിവസം വചനം കേട്ട് ധ്യാനം കൂടി എന്താ കുമ്പസാരിക്കാത്തത്? ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് വചനത്തിൽ വിശ്വാസമുണ്ട്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, എനിക്ക് സഭയിൽ വിശ്വാസമില്ല, എനിക്ക് വൈദികരിൽ വിശ്വാസമില്ല, എനിക്ക് കൂതാശകളിൽ വിശ്വാസമില്ല, എനിക്ക് വചനത്തിന് വിശ്വാസമുണ്ട്, എനിക്ക് വചനം കിട്ടി, എനിക്കത് മതി. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, എനിക്ക് ദൈവത്തിന്റെ അനുഭവം കിട്ടി, എനിക്കത് മതി. അല്ലാതെ കൂതാശയോ കുമ്പസാരോ അതൊന്നും എനിക്ക് വേണം, എനിക്കൊരു താല്പര്യം, എനിക്കതിന് ബോധ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ അന്വേഷിച്ചപ്പോൾ തിയോളജി വരെ പഠിച്ച് ഡീക്കനാകുന്നത് വരെ പഠിച്ചതിന് ശേഷം പോയ ഒരു എക്സ്-സെമിനാരിക്കാരനും മൈസൂരിലെ വലിയൊരു ഉദ്യോഗസ്ഥനുമാണ് ഇന്ന് അദ്ദേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തോട് എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന്റെ തലയിലേക്ക് അത് കയറണില്ല. അപ്പോൾ ആ ചേട്ടൻ പോയി. ബിനോയിച്ചൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിനോയിച്ചന് കൊച്ചച്ഛൻ. ബിനോയിച്ചന് വലിയ സങ്കടമായി. ബിനോയിച്ചൻ എന്ത് ചെയ്തു? ബിനോയിച്ചൻ പിറ്റേ ദിവസം മുതൽ ബിനോയിച്ചൻ കുർബാന അർപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, അവിടുന്ന് ഒരു ആത്മാവിനെ ഈ ആലയത്തിൽ 5 ദിവസത്തെ തന്നു, എന്നാൽ ആ ആത്മാവ് കുമ്പസാരിക്കാതെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ആത്മാവിന്റെ പാപങ്ങളെല്ലാം മോചിക്കാൻ വേണ്ടി ഞാനിന്ന് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ കുർബാന അങ്ങ് അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേ ശനിയാഴ്ച ആയപ്പോഴേക്കും ഞാൻ ബിനോയിച്ചൻ നോക്കുമ്പോൾ ബിനോയിച്ചൻ പിറ്റേ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഒരു ധ്യാനം നടത്താൻ വേണ്ടി അവിടെയുള്ള ചെറിയൊരു ചാപ്പലിലേക്ക് വരുന്ന സമയത്ത് ആ ചാപ്പലിന്റെ സൗകര്യത്തിൽ ഒരു കമുകിന്റെ ചോട്ടിൽ മൈസൂരിൽ നിന്നുള്ള ഈ ചേട്ടൻ വന്ന് കയ്യും കൂപ്പി പിടിച്ച് നിൽക്കുകയാണ്. ഉടനെ ബിനോയിച്ചൻ, എന്താ ചേട്ടൻ ഇവിടെ നിൽക്കണേ? ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഒന്ന് കുമ്പസാരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
മൈസൂരിൽ നിന്ന് ആ ചേട്ടൻ കുമ്പസാരിക്കാൻ വേണ്ടി അട്ടപ്പാടി വരെ വന്നു. എന്താ കാരണം തന്നെ എഴുതിയപ്പോഴാണ് ചേട്ടൻ പറയണത്, ചേട്ടന് കുമ്പസാരത്തിലോ കൂദാശകളിലോ വൈദികരിലോ വിശ്വാസമില്ലായിരുന്നു, സഭയിലും അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം വചനം കേട്ട് അഭിഷേകം പ്രാപിച്ചാൽ പോയിരിക്കുകയാണ്. അങ്ങനെ ചെന്ന് ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചയൊക്കെ ആയി കഴിഞ്ഞ് അച്ഛൻ ഇവിടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചേട്ടന് വേണ്ടി. തിങ്കളാഴ്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഈ ചേട്ടന് രാത്രിക്ക് ഉറങ്ങണ സമയത്ത് ഈ ചേട്ടൻ ചെയ്ത എല്ലാ പാപങ്ങളും ഒരു ടെലിവിഷൻ സ്ക്രീനിൽ തെളിയുന്നത് പോലെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി. ചൊവ്വാഴ്ച ആയപ്പോഴും അത് തെളിഞ്ഞു വരാൻ തുടങ്ങി, മാത്രമല്ല പകലുകൾ കാണാൻ തുടങ്ങി. ബുധനാഴ്ച ആയപ്പോഴേക്കും അദ്ദേഹത്തിന് രാത്രി പകൽ ഒരു സ്വസ്ഥതയില്ലാതെയായി. അദ്ദേഹം ഉടനെ തന്നെ തീരുമാനമെടുത്ത്, കുമ്പസാരിക്കാൻ തീരുമാനമെടുത്ത്, ശരിക്കും അനുദപിച്ച്. പക്ഷേ കുമ്പസാരിക്കാൻ വേണ്ടി മൈസൂർ പള്ളി ഉണ്ടെങ്കിലും മൈസൂർ ആ പള്ളി കുമ്പസാരിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുത്തെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിന് കുമ്പസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തോന്നി, ഞാൻ ഇവിടെ കുമ്പസാരിച്ചാൽ ഞാൻ കുമ്പസാരിച്ചുവെന്ന് അട്ടപ്പാടിയിലുള്ള ബിനോയ് അച്ഛൻ എങ്ങനെ അറിയും? അതുകൊണ്ട് ഞാൻ അട്ടപ്പാടിയിൽ ബിനോയ് അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി കുമ്പസാരിക്കുമെന്ന് അദ്ദേഹം ഹൃദയം കൊണ്ട് ഒരു തീരുമാനമെടുത്ത് വ്യാഴാഴ്ച അദ്ദേഹം അവിടെ ചെന്ന് ലീവ് എഴുതി, ഓഫീസിൽ ലീവ് എഴുതി കൊടുത്തിട്ട് വെള്ളിയാഴ്ച അദ്ദേഹം അട്ടപ്പാടിക്ക് പുറപ്പെട്ടു. മൈസൂരിൽ അട്ടപ്പാടിക്ക് പുറപ്പെട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം മണ്ണാർക്കാട് ടൗണിൽ വന്നപ്പോൾ അവസാനത്തെ ബസ്സും പോയി. അതുകൊണ്ട് അവിടെ ലോഡ്ജ് എടുത്ത് അവിടെ താമസിച്ചിട്ട് ശനിയാഴ്ച വെളുപ്പിനുള്ള ഫസ്റ്റ് വണ്ടിക്ക് വന്ന് രാവിലെ 8:30 ആയപ്പം തൊട്ട് ഇതാ താഴത്തെ ചാപ്പലിൽ ബിനോയിച്ചൻ എപ്പോൾ വരുന്നോ അപ്പോൾ കുമ്പസാരിക്കാൻ വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബിനോയ് ആ ചേട്ടനെ കണ്ടുമുട്ടുന്നത്. ആ ചേട്ടൻ പറയാണ്, ഞാനിന്ന് കുമ്പസാരിക്കാൻ വേണ്ടി ഞാൻ മൈസൂരിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കഠിന പാപികളാണെങ്കിലും ശരി, ഒരു വ്യക്തി പാപത്തിൽ നഷ്ടപ്പെട്ട്, വിശ്വാസം നഷ്ടപ്പെട്ട്, ദൈവാനുഭവം നഷ്ടപ്പെട്ട ഒരാത്മാവാണെങ്കിലും ശരി, ഒരച്ഛൻ ആ കുടുംബത്തിന് വേണ്ടി, ആ കഠിന പാപിക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ കഠിന പാപത്തിന്റെ ആധിപത്യങ്ങൾ തകരും. ആ വ്യക്തിക്ക് അനുതാപകൃപ ലഭിക്കും. ജീവിതത്തിൽ വീണ്ടെടുപ്പിന്റെ ഒരു അനുഭവം കർത്താവ് നൽകും. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരച്ഛൻ കുമ്പസാരിപ്പിക്കുന്നതാണെങ്കിലും ബലിയർപ്പിക്കുന്നതാണെങ്കിലും ധൂപർപ്പിക്കുന്നതാണെങ്കിലും വെഞ്ചരിക്കുന്നതാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അതിലൂടെ എല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു അഭിഷേക ശക്തി വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ മണ്ണ് വെഞ്ചരിക്കുന്നതാണെങ്കിലും വെള്ളം വെഞ്ചരിക്കുന്നതാണെങ്കിലും അതിനെല്ലാം അതിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം എനിക്ക് വെഞ്ചരിപ്പിന്റെ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെട്ട സംഭവം നിങ്ങളോട് പറയാം. വെഞ്ചരിപ്പിനെ കുറിച്ച് എനിക്ക് ആദ്യം ബോധ്യമില്ലായിരുന്നു. ആദ്യം ഞാനിങ്ങനെ വെഞ്ചരിക്കുമ്പോൾ ചില സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞത്, അച്ഛൻ ചുമ്മാ വെള്ളം തെളിച്ച് ഞങ്ങളെല്ലാം കുളിപ്പിക്കുകയാണല്ലോ എന്നാണ്. അപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണല്ലോ, കണ്ടമാനം ഇങ്ങനെ വെള്ളം തെളിക്കുന്നത് അതൊരു വെള്ളം തെളി ശുശ്രൂഷ പോലെ തോന്നിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ശരി, ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിലമ്പൂരിൽ നിന്ന് ഒരു സംഘം ആളുകൾ സെഗ്യോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് നിൽക്കണമെന്ന് ശ്രദ്ധപ്പെട്ടു. ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ നിലമ്പൂരിൽ നിന്ന് ഇവിടെ ഒരു ടീം വന്ന് നിൽക്കണത്? ഉടനെ അവർ പറഞ്ഞു, അച്ഛാ, ഇവിടുന്ന് വെഞ്ചിരിച്ച കുറച്ച് എണ്ണ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര അത്ഭുതം ഉണ്ടായി. അതുകൊണ്ട് ആ വെഞ്ചിരിച്ച എണ്ണ കൊണ്ടുവന്ന ആ കുരിശുരൂപം ഒന്ന് കാണാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ നിലമ്പൂരിൽ ഒരു കുരിശ് കൊണ്ട് ഇവിടെ നാട്ടാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ? അപ്പോഴാണ് അവരുടെ സംഭവം പറഞ്ഞത്. നിലമ്പൂര് ഒരു ഡയറി ഫാം, ഒരു കന്നുകാലി ഫാമുണ്ട്. അവിടെ വലിയ വലിയ പശുക്കൾ 40 ലിറ്റർ 50 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന പശുക്കളെ വളർത്തുന്ന ഫാമാണത്. ആ ഫാമിൽ ഒരു ദിവസം ഒരു ചേട്ടനാണ് അതിന്റെ ഓണർ. ഒരു ചേട്ടൻ രാവിലെ വന്ന് നോക്കുമ്പം 40 ലിറ്റർ പാല് കിട്ടുന്ന ഏതാണ്ട് 800 കിലോ തൂക്കമുള്ള ഒരു പശു നിലത്ത് വീണ് കിടക്കുകയാണ്. അതിന് 800 കിലോ തൂക്കമായതുകൊണ്ട് തന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അന്ന് അങ്ങനെ കിടക്കുകയാണ്. ഉടനെ ആ പ്രദേശത്ത് നല്ല ആരോഗ്യമുള്ള നല്ല കലാസികളെ പോലുള്ള ആളുകളുണ്ട്. അവരെ വിളിച്ചോണ്ട് വന്ന് 10-30 പേര് കലാസികൾ അവർ വന്നിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. കുന്തം, കുറുവടി, വട്ടി, വടം, ക്രെയിൻ, ഇതെല്ലാം കൂടെ, ക്രെയിനല്ല കപ്പി, ഇതെല്ലാം കൂടെ കെട്ടിവലിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഈ പശുവിനെ കെട്ടി വലിച്ച് പൊക്കി നേരെ നിർത്തും, വിടും, അപ്പുറത്തേക്ക് മറിഞ്ഞു വീഴും. വീണ്ടും അവിടുന്ന് വലിച്ചു പൊക്കും, നേരെ നിർത്തും, വിടും, ഇപ്പുറത്തേക്ക് മറിഞ്ഞു വീഴും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് 3:30 വരെയായി. 6 മണിക്ക് തുടങ്ങിയ അഭ്യാസമാണ്. വൈകുന്നേരം 3:30 വരെയായിട്ട് പശു നിൽക്കണില്ല. ഇതിലേക്ക് മൃഗഡോക്ടറെ കൊണ്ടുവന്ന് വളരെ കൊണ്ടുവന്ന് ഒന്നും ഫലപ്രദമാകുന്നില്ല. അപ്പോൾ നമ്മുടെ ബുദ്ധിമാനായ ചേട്ടൻ, ആ ചേട്ടൻ പാലായിൽ നിന്ന് കുടിയേറിയ ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ അവിടെ നിന്ന് കണക്കാക്കി ഇതിന് 800 കിലോ തൂക്കമുണ്ട്. ഇത് 2 ദിവസം ഇങ്ങനെ കിടന്നാൽ പുഴു പിടിച്ചിട്ട് പിന്നെ